إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وأما الذين آمنوا وعملوا الصالحات فيوفيهم أجورهم والله لا يحب الظالمين ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ പടച്ച തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങളും അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളും ജീവിതത്തിൽ യഥാവിധി പകർത്തിയും പാലിച്ചും അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അടിമകളിൽ പെടുവാൻ പരിശ്രമിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും സഗൗരവത്തിൽ ആത്മാർത്ഥതയിൽ ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം ക്രമപ്പെടുത്തുവാനും അവസാനം വിജയിക്കുന്ന കക്ഷികളിൽ പെടാനുമുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മളുടെ എല്ലാം ജീവായുസിന്റെ ഇടയിൽ നമ്മളെല്ലാവരും പ്രവർത്തന നിരതരായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. ഭൗതികമായ വിഷയങ്ങളിലും പാരത്രികമായ വിഷയങ്ങളിലുമെല്ലാം പരമാവധി ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലുള്ള നന്മകൾ നോക്കിയിട്ടാണ് നാളെ പരലോകത്ത് വിജയിക്കുന്ന കക്ഷികളിലേക്ക് മാറ്റി നിർത്തുന്ന വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുകയുള്ളൂ. ഇതിൽ നമ്മളെല്ലാവരും ബോധവാന്മാരാണ്. നന്മ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് പടച്ച തമ്പുരാൻ നല്ല പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുള്ളൂ. വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ ഖാലിദൂൻ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക്, ആ ആളുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഉലൈക അസ്ഹാബുൽ ജന്ന, അവർ സ്വർഗ്ഗത്തിന്റെ ആളുകളാണ്. വിശ്വസിക്കുക എന്നത്, അതിൽ ദൃഢമായ വിശ്വാസം, അചഞ്ചലമായ വിശ്വാസം. മിക്ക ഖുതുബകളിലും നമ്മൾ വരാറുണ്ട് ആ തൗഹീദിലേക്ക്. ആ തൗഹീദ് പറയാതെ നമുക്ക് നിർവാഹമില്ല. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക, അവനെ മാത്രം ഭയപ്പെടുക,
അവനിൽ നിന്ന് മാത്രം പ്രതീക്ഷയർപ്പിക്കുക, അവനെ തൃപ്തിപ്പെടുത്താനുള്ള സൽക്കർമ്മങ്ങൾ നിർവഹിക്കപ്പെടുന്ന സൽക്കർമ്മങ്ങൾ അവന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാക്കുക. ഇതാണ് പ്രധാനമായും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ വിശ്വാസിയാകുന്ന പ്രതലമതാണ്. രണ്ടാമതായി വല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക എന്നത്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഭൂമിയിൽ നിന്ന് വിട പറയുന്നതിന്റെ തൊട്ടു മുമ്പ് കൃത്യമായി പൂർത്തീകരിച്ചു തന്ന ഒരു ആദർശമുണ്ട് നമ്മുടെ മുന്നിൽ. ഒരാൾക്കും പ്രിയപ്പെട്ടവരെ അത് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് നമ്മളെല്ലാവരും. മിക്ക ഭാഷയിലും മിക്ക സ്ഥലങ്ങളിലും മിക്ക മജ്ലിസുകളിലും അള്ളാഹുവിന്റെ ദീൻ ഒരുപാട് തവണ കേട്ട ആളുകളാണ് നമ്മളെല്ലാവരും. അള്ളാഹുവിന്റെ ദീനിന്റെ ശരിതെറ്റുകളെ കൃത്യമായി മനസ്സിലാക്കിയ ആളുകളാണ് നമ്മളെല്ലാവരും. സ്വാഭാവികമായും ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളിൽ നന്മ ഉണ്ടാകുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിച്ചാൽ തീർക്കാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുക എന്നത് ഒരാൾ തീരുമാനിച്ചാൽ നടപ്പിലാക്കാവുന്നതേയുള്ളൂ. അങ്ങനെയുള്ള ആളുകളെ പറ്റിയാണ് ഉലൈക അസ്ഹാബുൽ ജന്ന, അവർ സ്വർഗത്തിന്റെ ആളുകളാണ്. മാത്രവുമല്ല പ്രിയപ്പെട്ടവരെ, ഹും ഫീഹാ ഖാലിദൂൻ, അവർ അതിൽ നിത്യവാസികളായിരിക്കും. അവർക്ക് വേറെ എങ്ങോട്ടും പിന്നെ എന്തില്ല, അവിടെ നിന്ന് പുറത്താകുന്ന പ്രശ്നമില്ല, അവിടെ നിന്നൊരു ബേജാറിന്റെ പ്രശ്നമില്ല, അവിടെ ഒരു ടെൻഷന്റെ പ്രശ്നമില്ല. നമ്മളൊക്കെ മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നമ്മളെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്ത തരത്തിലാ ജനിപ്പിച്ചിട്ടുള്ളത്, ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. ചില ആളുകൾ നല്ല കുടുംബത്തിൽ ജീവിച്ച് ഒരുപാട് ഉത്തരവാദിത്തമുള്ള ആളുകളായിട്ടാണുള്ളത്. ചില ആളുകൾ കച്ചവട സംരംഭങ്ങളും അതുപോലെ സ്ഥാപന ജംഗമ സ്വത്തുക്കളും അള്ളാഹു ഏൽപ്പിച്ചിട്ടാണ് ചില ആളുകളുള്ളത്. ചില ആളുകൾ ഒരുപാട് മക്കളും സംവിധാനങ്ങളും രോഗാതുരമായി ജീവിക്കുന്ന രോഗികളുമൊക്കെ ആയിട്ടുള്ള ചുറ്റുപാടിലാണുള്ളത്. ചില ആളുകൾ സാമൂഹിക പ്രതിബദ്ധത എന്ന മനസ്സിലാക്കി സാമൂഹികമായ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഓടി നടന്ന് രാഷ്ട്രീയ കാര്യങ്ങളിലും അതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടാണ് ജീവിക്കുന്നത്. ചില ആളുകൾ അവരുടെ ചെറുതോ വലുതോ ആയ കച്ചവടത്തിൽ തന്നെ ഇരുന്ന് മറ്റൊന്നിലും അധികം പങ്കുകൊള്ളാൻ നേരമില്ലാത്തവരായി കച്ചവടത്തിൽ തന്നെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ചില ആളുകൾ ഈ പറഞ്ഞതുപോലെ പഠനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിദ്യാർത്ഥികളായിക്കൊണ്ട് തുടരുന്ന ആളുകൾ. ഈ ആളുകളാണ് നമ്മളെല്ലാവരും. ചില ആളുകൾക്ക് ഇതെല്ലാം ഉണ്ടാകും, ചില ആളുകൾക്ക് ഇതിൽ ചിലതുണ്ടാകും, ചില ആളുകൾക്ക് ഞാൻ ഈ പറഞ്ഞതിൽ ഒന്നോ രണ്ടോ സംഗതികൾ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയും അള്ളാഹു നമുക്ക് നൽകിയത് എന്തിനാണെന്ന് അറിയുമോ? അയാൾ കച്ചവടക്കാരനായിരുന്നു, ആ തിരക്കിൽ ആ മാർക്കറ്റിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അവിടുന്ന് ഇറങ്ങാൻ പറ്റൂല. അയാൾ രാവിലെ തുറന്നാൽ അയാൾക്ക് തിരക്കോടെ തിരക്കാണ്. രാത്രിയിൽ അയാൾ പൂട്ടുന്നത് ഒരുപാട് വൈകിട്ടാണ്. തിരിച്ചു വീട്ടിലെത്തുമ്പോഴേക്കും അയാൾ ക്ഷീണിതനാണ്. അയാൾ കിടന്നുറങ്ങിപ്പോകാറാണുള്ളത്. പലപ്പോഴും ഭക്ഷണം കഴിക്കാൻ പോലും അയാളെ കിട്ടാറില്ല. എന്ന് പറഞ്ഞിട്ടൊരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങ് അനുമതി നൽകി അല്ലെങ്കിൽ ആദരിച്ചങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. അതുപോലെ തന്നെയാണ് എല്ലാം. സാമൂഹികമായ പ്രവർത്തനങ്ങളിലായിരുന്നു അയാൾ. അതുകൊണ്ടാണ് പലപ്പോഴും അയാൾ ഇന്നെന്ന പരിപാടിക്കൊന്നും കിട്ടാത്തത്. അതുകൊണ്ടാണ് അയാൾ പള്ളിയിൽ ജമാഅത്തിനെത്താത്തത്. അതുകൊണ്ടാണ് അയാൾ പലപ്പോഴും യാത്രകളിലും അല്ലെങ്കിൽ വീടുകളിൽ നിന്നൊക്കെ നിസ്കരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരാളെയും അല്ലാഹു എന്ത് ചെയ്യില്ല, അഡ്ജസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞയക്കില്ല. നേരെ മറിച്ച് പ്രിയപ്പെട്ടവരെ, ഈ ഒരു തിരക്ക് പിടിച്ച സിറ്റുവേഷൻ അല്ലാഹു നമുക്ക് നൽകിയത് എന്തിനാണെന്നറിയുമോ? ഇത്രയും തിരക്ക് പിടിച്ച ഭൗതിക സംവിധാനങ്ങളും അതുപോലെ തന്നെ നമ്മൾ നിർബന്ധമായി ചെയ്തുകൊണ്ടിരിക്കേണ്ടതായ ധർമ്മങ്ങളും കർമ്മങ്ങളും നമുക്ക് തന്നിട്ട് അവർ അതിനിടയിൽ അള്ളാഹുവിനെ ഓർക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് എന്ന് പറഞ്ഞില്ലേ? ഏതൊരു തിരക്കിനിടയിലും വിനിമയങ്ങൾക്കിടയിലും നടപടികൾക്കിടയിലും കച്ചവട അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങൾക്കിടയിലും അള്ളാഹനെ മറക്കാത്തവനായി ആരൊക്കെയുണ്ടോ അവർ, അങ്ങനെയുള്ളതിൽ നമ്മൾ പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാണ്. അതുകൊണ്ട് നമുക്ക് ഒരു ഉതിറും പറയാൻ കഴിയില്ല, പടച്ചോനെ ഞാനിങ്ങനെ ഒരുപാട് രോഗികളും ചുറ്റുപാടും ഒക്കെ ആയിട്ട് കഷ്ടപ്പാടിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നും നമുക്ക് പറയാൻ കഴിയില്ല. അതിനിടയിലൊക്കെയും എന്തുണ്ട്, അള്ളാഹനെ ബോധപൂർവം ഓർക്കാൻ തീരുമാനിച്ചാൽ, അതിനിടയിൽ നമസ്കാരം കൃത്യമാക്കാൻ തീരുമാനിച്ചാൽ, അതിനിടയിൽ തന്റേതായ ദാനധർമ്മങ്ങൾ നിർവഹിക്കാൻ കഴിഞ്ഞാൽ, അല്ലെ അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇടുങ്ങി നിൽക്കുന്ന സമയത്ത്, സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്ന സമയത്ത് ചെയ്യുന്ന ദാനധർമ്മത്തെ പറ്റി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ? നമ്മൾ പലപ്പോഴും ഒതുർ പറയാറുള്ളത് എന്താ, വളരെ പഞ്ഞമാണ്, പ്രശ്നമാണ്, ഇപ്പോൾ വളരെ ടൈറ്റാണ്, അതുകൊണ്ടാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അതിനിടയിൽ നിർവഹിക്കുന്നവന് ഉദാത്തമായ പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്തിനാ? അവിടെ നിന്നും ചില ആളുകൾക്ക് പ്രതിഫലം കൂടുതൽ കിട്ടും. യുദ്ധമുഖത്ത് ഓർമ്മയില്ലേ, അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് മുഖം മൂടി ധരിച്ചുകൊണ്ട് മുസ്ലിംകളുടെ പക്ഷത്തു നിന്ന് എതിരാളികളെ എന്താ പറയാ തുടരെ തുടരെ കൊല്ലുന്നത് കണ്ട് അസഹാബീങ്ങൾ സഹാബാക്കൾ അമ്പരന്നു. ആരാണത്? മുസ്ലിങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്നു മറ്റുള്ളവർ. അതിനിടയിൽ മുഖം മൂടി ധരിച്ച ഒരാൾ ശത്രുപക്ഷത്തെ ഓരോരുത്തരെയും കൊല്ലാണ്. സഹാബകൾക്ക് അത്ഭുതമുണ്ടായി, ആരാണെന്നറിയണം. അങ്ങനെ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ആണ് ആ മുഖച്ചട്ട പിടിച്ചു പൊട്ടിക്കുന്നത്. അപ്പോഴാണ് അറിയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മുബാറക്കാണ്. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് അന്ന് മിഖ്ദാദിനോട് പറയുന്നുണ്ട്, ചെയ്തത് വലിയ മോശമായി പോയിട്ടോ, നീ പൊട്ടിക്കരുതായിരുന്നു. എന്താണ്? നിങ്ങൾ ആരും അറിയാതെ അല്ലെങ്കിൽ ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ടാകരുത് എന്റെ ഈ കർമ്മം എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുഖം മൂടി ധരിച്ചതായിരുന്നു. നിങ്ങളുടെ പ്രശംസ എനിക്ക് ദുനിയാവിൽ ആവശ്യമില്ലായിരുന്നു, അല്ലാഹ് മാത്രം അറിഞ്ഞാൽ മതി എന്ന് വിചാരിച്ചിട്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്ന ചരിത്രമുണ്ട്. അതുപോലെ ഓരോ സഹാബികളെയും നമ്മൾ ഈ മിമ്പറിൽ നിന്ന് തന്നെ കേട്ടിട്ടുണ്ട്. ആളുകൾ അറിയാതെ സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകൾ, അവരുടെ നേരം വൈകലിനിടയിൽ, അവരുടെ ജീവിത തിരക്കിനിടയിൽ പണമില്ലാത്തവന്റെ പണവും സമയമില്ലാത്തവന്റെ സമയവുമാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന് ആവശ്യം. പണമില്ലാത്തവന്റെ പണവും സമയമില്ലാത്തവന്റെ സമയവുമാണ് സൽക്കർമ്മങ്ങളിൽ മുന്നേറുന്ന ആളുകൾക്കിടയിൽ അള്ളാഹു തെരഞ്ഞെടുക്കുന്ന പക്ഷക്കാരുടെ അടയാളം അതായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനിയോ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വഅമ്മല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് ഫയുവഫീഹിം ഉജൂറഹും വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ. സൂറത്ത് ആലി ഇംറാനിൽ പടച്ചതമ്പുരാൻ പറയുകയാണ്, യാതൊരു കൂട്ടർ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തുവോ അവർക്ക് അവന്റെ പ്രതിഫലം, അവരുടെ പ്രതിഫലം അള്ളാഹു പൂർണ്ണമാക്കി നൽകും. സമ്പൂർണമായ പ്രതിഫലമായിരിക്കും. നന്മകൾക്ക് ഈ ദുനിയാവിൽ നിന്ന് തന്നെ പ്രതിഫലം കൊടുത്തു തുടങ്ങും. എന്നാൽ ആ ഒരു പ്രതിഫലം കൊണ്ട് എന്താവില്ല, പൂർണ്ണമാകുന്നില്ല. പരലോകത്തെത്തുമ്പോഴാണ് സമ്പൂർണമായ പ്രതിഫലം അയാൾ നുകരുന്നതും ആസ്വദിക്കുന്നതും. ഇനി മാത്രവുമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ പറഞ്ഞു, വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ. അക്രമകാരികൾ അല്ലാഹു ഒരിക്കലും സ്നേഹിക്കുന്ന പ്രശ്നമില്ല. ഇതിനോട് അതിക്രമം കാണിക്കുന്ന, ക്രമക്കേട് കാണിക്കുന്ന ആളുകളെ അല്ലാഹു കൃത്യമായി നോട്ട് ചെയ്യും. അല്ലാഹുവിനെ അറിയുന്നവനാണ്. അല്ലാഹു എല്ലാ കർമ്മത്തിനിടയിലും ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവനെ മാറ്റി നിർത്തും. ആളുകളുടെ പ്രശംസ വെച്ചാൻ വേണ്ടി ചെയ്യുന്നവനെ മറ്റൊരു ഭാഗത്തേക്ക് നിർത്തും. ആളുകളുടെ പ്രീതി മാത്രം ഉദ്ദേശിച്ച് ചെയ്യുന്നവന് വേറൊരു മാറ്റി നിൽക്കും. അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ച് ചെയ്ത ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ പദവിയിൽ ഉന്നതമായ സ്ഥാനം നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിക്കും. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് മാഇദയിൽ പറയുന്നുണ്ട്, വഅദല്ലാഹു അല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ അദീം. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരോട് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അവർക്ക് പാപമോചനവും മഹത്തായ പ്രതിഫലവുമുണ്ട്. നല്ല നമുക്കെല്ലാവർക്കും പ്രതീക്ഷ നൽകുന്ന ഒരു ആയത്താണ് പ്രിയപ്പെട്ടവരെ സൂറത്ത് മാഇദയിലെ ഈ 9-ാമത്തെ വചനം. വഅദല്ലാഹു അല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്യുകയാണ്. എന്താണ് ചെയ്യുന്നത്? ലഹും മഗ്ഫിറ. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പാപമോചനം നൽകും. അവർ ഈ നന്മകളൊക്കെ ചെയ്യുന്നതിനിടയിൽ അവർക്ക് വന്നുപോകുന്ന വിപത്തുകൾ, അവരുടെ കണ്ണുകൾ കൊണ്ട് ചെയ്തു പോകുന്ന തിന്മകൾ, അവരുടെ നാവുകൾ കൊണ്ട് ചെയ്തു പോകുന്ന തിന്മകൾ, അവരുടെ ഏതെങ്കിലും അവയവങ്ങൾ കൊണ്ട് ചെയ്തു പോകുന്ന തിന്മകൾ, മനസ്സിൽ വരാൻ സാധ്യതയുള്ള അസൂയയോ അഹങ്കാരമോ അതല്ലെങ്കിൽ ആപേക്ഷികമായ പ്രതികാരവാഞ്ചയോ അതുപോലെയുള്ള വഞ്ചന മനസ്സോ, ഇതൊക്കെ ഏതെങ്കിലും സമയങ്ങളിൽ അവർക്ക് വന്നുപോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അവർക്ക് പുറത്തു കൊടുക്കും. ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ അദീം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ആ ആളുകൾക്ക് മഹത്തായ പ്രതിഫലമാണ് ഉണ്ടാവുക. അതുകൊണ്ട് വിശ്വാസത്തിന്റെ കാര്യത്തിൽ വൈകല്യം ഉണ്ടാവരുത്, സൽക്കർമ്മങ്ങളുടെ കാര്യത്തിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിരന്തരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളിൽ സ്വർഗം ലഭിക്കാൻ സാധ്യതയുള്ള ആളുകളാണല്ലോ ഹിദായത്ത് ലഭിച്ചവർ. ആ ഹിദായത്ത് ലഭിച്ച ആളുകൾക്ക് അവർക്ക് നന്മകൾ വാരിക്കൂട്ടാനുള്ള സുലഭമായ സൗകര്യങ്ങൾ അവന്റെ ജീവിത ചുറ്റുപാടിൽ അല്ലാഹു വെച്ചു കൊടുത്തിട്ടുണ്ട്. ഉദാഹരണമായി നമ്മളൊക്കെ ജീവിക്കുന്ന ഈ നാടും ഈ നാടിന്റെ സവിശേഷമായ ഗുണങ്ങളും അതിന്റെ പ്ലസ് പോയിന്റുകൾ, ഒരു മതം വിശ്വസിച്ച് ആരാധനകൾ അർപ്പിച്ച് ഈ പറയുന്ന ആളുകൾ ഭരിക്കുന്ന നാട്ടിൽ അവരറിയാത്തവർ വിശ്വസിക്കാത്തൊരു നാഥനെ സ്വതന്ത്രമായി ആരാധിക്കുവാൻ, അതിനുവേണ്ടി പഠിക്കുവാൻ, പ്രചരിപ്പിക്കുവാൻ, ആ ആദർശം പുറത്ത് വിളിച്ചു പറയുവാൻ ഒക്കെ സൗകര്യമുള്ള നാട്ടിൽ നമ്മൾ ജീവിക്കുന്നത്.
ഒരു ദുരം പറയാൻ കഴിയില്ല. അതുകൊണ്ട് പ്രധാനമായും നമ്മൾ ചെയ്യേണ്ടത് വിജ്ഞാനം നേടുക എന്നത് ഇതിൽ പ്രധാനമാണ്. വിജ്ഞാന സദസ്സുകളുടെ മഹത്വം പ്രിയപ്പെട്ടവരെ ചെറുതല്ല. പലപ്പോഴും നമ്മൾ അതിന് സങ്കുചിത മനസ്സോടുകൂടി ചിന്തിക്കുന്ന ഒന്നുണ്ട്. ഒരു നാട്ടിലൊരു സംഘടന ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു നാട്ടിലൊരു പള്ളിയും മഹല്ലും കമ്മിറ്റിയും ഉണ്ടായാൽ, ആ പള്ളിയും കമ്മിറ്റിയും ഇങ്ങനെ പോകണം. ഒരു കച്ചവട സ്ഥാപനം പോകുന്നത് പോലെ, ഒരു സ്ട്രീറ്റ് ലൈറ്റിൽ ഫിറ്റ് ചെയ്ത ലൈറ്റ് എല്ലാ ദിവസവും കത്തണമെന്ന് നമ്മൾ വിചാരിക്കുന്നത് പോലെ അവിടെ അതൊക്കെ ഇങ്ങനെ നടന്നു പോകണം. പള്ളിയിൽ ബാങ്ക് കൊടുക്കണം, പള്ളിയിൽ ഇമാം ഉണ്ടാകണം, ഖുത്ബ ഇങ്ങനെ നടക്കണം, നമ്മൾ കുറച്ച് ആൾക്കാർ പോകണം. അങ്ങനെ ദുനിയാവിലെ എന്തോ ഒരു കർമ്മം ചെയ്യുന്ന പോലെയാണ് പലപ്പോഴും ഇബാദത്തിന്റെ രംഗം, ആരാധനയുടെ രംഗം ശോഷിച്ച് 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 അത്തരണത്തിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം എന്താ? അതങ്ങനെ നടക്കണമെന്നുണ്ട്, നമ്മൾ പോയിട്ടില്ലേ പ്രശ്നമല്ല. അതിങ്ങനെ നടക്കണമെന്നുണ്ട്, അത് ആരായാലും പ്രശ്നമല്ല. അവിടെ ഇമാം ഉണ്ടായാൽ മതി, അവിടെ ബാങ്ക് കൊടുത്താൽ മതി. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ? അത് ഏറ്റവും പ്രിയപ്പെട്ടതാക്കാൻ, ഏറ്റവും സമ്പുഷ്ടമുള്ളതാക്കാൻ, ഏറ്റവും ആകർഷണീയമുള്ളതാക്കാൻ അതിലേക്ക് നമ്മളുടെ ശ്രദ്ധ ഉണ്ടാകുക എന്നതാണ് അതിലെ തഖ്വ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതായിരിക്കണം അതിലെ തഖ്വ. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി അബൂ ഹുറൈറയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും വിജ്ഞാനം അന്വേഷിച്ചൊരു മാർഗത്തിൽ പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴി അവന് എളുപ്പമാക്കി കൊടുക്കുമെന്ന് തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അല്ലാമ സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, അറിവിന്റെ സദസ്സുകളിൽ ഹാജരാകുന്നതിനും അവിടേക്ക് എത്താൻ പരിശ്രമിക്കുന്നതിലും മനുഷ്യൻ അലസത കാണിക്കാൻ പാടില്ല. കാരണം അവൻ ആ സദസ്സിൽ നിന്ന് നേടിയെടുക്കുന്ന ഏതെങ്കിലും ഒരു അറിവായിരിക്കും അവന്റെ സ്വർഗപ്രവേശനത്തിന് കാരണമെന്ന് മഹാനായ പണ്ഡിതൻ സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബിൽ പറയുന്നുണ്ട്. നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കും. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഞാൻ ആത്മാർത്ഥമായിട്ട് ഇന്നത്തെ ഖുതുബ കേൾക്കുന്ന എല്ലാ ഫ്ലോറിലുമുള്ള ആളുകളോട് ഒരു പ്രിയപ്പെട്ട സഹോദരൻ എന്ന നിലക്ക്, നിങ്ങളുടെ ഖതീബ് എന്ന നിലക്ക് ചോദിക്കുകയാണ്, ആഴ്ചയിൽ വെള്ളിയാഴ്ചത്തെ ഒരു ഖുതുബ അല്ലാതെ എന്തെങ്കിലും ഒന്ന് കേൾക്കുക പഠിക്കുകയോ ചെയ്യുന്നവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? വാട്സപ്പിലെല്ലാം ഖുതുബയും വരുന്നുണ്ടാവും. അത് ഇടാനായിട്ട് കുറച്ച് ആളുകൾ മാഷാ അല്ലാഹ് ഇൽമു പ്രചരിപ്പിക്കുന്ന ആളുകൾക്കുള്ള പ്രതിഫലം ചെറുതല്ല. അവർ ആശംസിക്കുന്ന അല്ലാഹു അവർക്ക് പ്രതിഫലം നൽകട്ടെ. എല്ലാ സാധനം എന്റെ കയ്യിൽ വരാറുണ്ട് എന്ന സമാധാനം വെച്ചാൽ എത്ര ക്ലാസുകൾ, എത്ര വിജ്ഞാന സദസ്സുകൾ, എത്ര വിജ്ഞാനത്തിന്റെ ഉറവിടങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഫോണുകളിലേക്ക് വരുന്നില്ലേ പ്രിയപ്പെട്ടവരെ? ഉണ്ട്. നിങ്ങൾ പോകുന്ന, ഇരിക്കുന്ന, പ്രവർത്തനം, വർക്ക് ചെയ്യുന്ന ഏരിയകളിൽ അതിന്റെ മജ്‌ലിസുകൾ നടക്കുന്നില്ലേ? ഉണ്ട്. എന്നാൽ വെള്ളിയാഴ്ചത്തെ ഒരു ഖുതുബേന്ന് അതല്ലാത്ത ഏതെങ്കിലും ഒരു അറിവിന്റെ മജ്‌ലിസിൽ ഇരിക്കുകയോ, ഏതെങ്കിലും ഒരു അറിവിന് വേണ്ടി വീട്ടിലൊരു അരമണിക്കൂർ ഇരിക്കുകയോ, പള്ളിയിലൊരു 10 മിനിറ്റ് ഇരിക്കുകയോ ചെയ്യുന്ന എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? അപ്പൊ ഈ ജുമയും കൂടി നമുക്ക് സംവിധാനം ഇല്ലാത്തൊരു നാട്ടിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നെങ്കിൽ നിങ്ങളെ വിജ്ഞാനം ശേഖരിക്കുന്നതിന്റെ അളവെത്രയായിരിക്കും? പള്ളിയൊന്നും ഇല്ലാത്തൊരു നാട്ടിൽ ഒരു അടിപൊളി ജോലി ഇട്ടില്ല, 5 ലക്ഷം രൂപ ശമ്പളമുള്ള നല്ല കാറ്റഗറി ഉള്ള ജോലി, വേറൊരു തകരാറില്ലാത്തൊരു ജോലി, പക്ഷെ അവിടെ ജുമ ഇല്ല, നാട്ടിൽ പള്ളിയില്ല, അല്ലെ ഉള്ള പള്ളിയിൽ ജുമ ഇല്ല. ഇനി ഉള്ളതാണെങ്കിൽ നമുക്കൊന്നും അറിയാത്തൊരു ഖുതുബ, മനസ്സിലാകാത്തൊരു ഖുതുബയ്ക്കുള്ള പള്ളിയാണ്. ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല, പോയിട്ടില്ലെങ്കിലും വന്നിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. എന്താ നമ്മൾ വിജ്ഞാനത്തിന്റെ അവസ്ഥ? ഖുർആൻ പറയുന്നുണ്ട്, അറിവുള്ള ആളുകളും അറിവില്ലാത്ത ആളുകളും സമമല്ല കേട്ടോ. ഒരിക്കലും അങ്ങനെ അറിവുള്ളവന്റെ നമ്മൾ നടക്കുന്നുണ്ടാവും, അറിവുള്ളവരായിട്ട് നല്ല സാഹോദര്യം ഉണ്ടാവും എന്നതുകൊണ്ട് ആ ജനത്തിരക്കിന്റെ ഇടയിൽ എല്ലാവരും കൂടി അങ്ങോട്ട് കയറി അങ്ങോട്ട് സ്വർഗത്തിലേക്ക് പോകാം എന്ന് നമ്മൾ ആരും വിചാരിക്കേണ്ട. അള്ളാഹുവിനെ ഭയപ്പെടുന്ന കാര്യത്തിൽ വരെ അവർക്ക് വ്യത്യാസമുണ്ടാകും. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു വലിയ പോയിന്റ് അതാണ്. കാരണം എന്താ? അറിവ് നേടാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അവസരങ്ങൾ ഇങ്ങനെ വന്നുകൊടുക്കുന്ന, അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് അറിവും വന്നുകൊണ്ടേയിരിക്കും. അറിവ് തേടിയ ഇറങ്ങിയ ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം അവന് അറിവ് നേടാനുള്ള അവസരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാനായ റബ്ബ് അവന് കൊടുത്തുകൊണ്ടേയിരിക്കും. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ, ആർക്കൊന്നും തോന്നരുത്. ഇപ്പൊ ഒരു ഖുതുബ, നമ്മളൊരു പള്ളിയിൽ കയറി ഒരു നല്ലൊരു ഖുതുബ കേട്ടു, അത് നമുക്ക് എവിടെയോ ഒന്ന് തറച്ചു, അല്ലെങ്കിൽ എവിടെയോ ഒന്ന് സ്വാധീനിച്ചാൽ സ്വാഭാവികമാണ് നമ്മുടെ മനസ്സിൽ എന്താ വരിക? ഇൻഷാ അല്ലാഹ് ഇനി ആ പള്ളിയിൽ ഖുതുബക്ക് പോകണം, അല്ലെ? ഇനി ഒരു ഇമാമത്തിൽ ഒരു നല്ല ഖിറാഅത്ത് നമ്മളൊരു പള്ളിയിൽ നിന്ന് കേട്ടു, അത് നമുക്ക് വല്ലാത്തൊരു നൊമ്പരമുണ്ടാക്കി, വൈകാരികമായി നമുക്ക് വല്ലാത്ത ഭയമുണ്ടാക്കി, ഒരു ഖുശൂ ഉണ്ടാക്കി. നമ്മൾ എന്താ ചെയ്യാ? ഇൻഷാ അല്ലാഹ് ഇനി അവിടെ പോകണം, അല്ലെങ്കിൽ അടുത്ത വക്തിലും അവിടെ തന്നെ നിസ്കരിക്കണം എന്ന് നമുക്ക് തോന്നുന്നുണ്ടാ. നമ്മൾ ഒന്ന് തേടി ഇറങ്ങി ഒന്ന് കിട്ടി, അത് കൃത്യമായി നമ്മൾ ഉപയോഗപ്പെടുത്തിയ
ചിലപ്പോ അടുത്ത അവസരം അയാൾക്ക് തുറക്കുകയാണ്. സ്വാഭാവികമാണ്, നമ്മൾ എന്ത് ചെയ്യും? അവിടുന്ന് അങ്ങോട്ട് പരിശോധന തുടങ്ങും. ആ ആളുടെ വേറെ ഓത്തുണ്ടോ, ആ ആളുടെ വേറെ ഹുത്തുബുണ്ടോ, അല്ലെങ്കിൽ അതുപോലത്തെ വേറെ പണ്ഡിതന്മാരുണ്ടോ, അതേ വിഷയത്തിൽ വേറെ ആൾ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് പറഞ്ഞ് വിജ്ഞാനത്തിന്റെ ആഴക്കടലിലേക്ക് സാഹൂതം ആത്മാർത്ഥമായി ഏറ്റവും ജിജ്ഞാസയോടുകൂടി പഠിക്കാനുള്ള താല്പര്യത്തോടുകൂടി പ്രിയപ്പെട്ടവരെ നമ്മൾ ഇറങ്ങുന്ന ഒരു അവസ്ഥയുണ്ടാകും. അല്ലാതെ എല്ലാ ഇൽമും നേടിയിട്ട് എല്ലാവരും പ്രഭാഷകന്മാരായ എല്ലാവരും ഖത്തീബായ ആകൂലെന്ന് നമുക്കറിയാം. പക്ഷെ പ്രിയപ്പെട്ടവരെ, എല്ലാം അറിയുന്ന മനുഷ്യന് ഒരു പ്രഭാഷകനാകാൻ ഒരു പക്ഷെ കൈനേക്കില്ല. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ ഈ പ്രഭാഷകനേക്കാളും ഏറ്റവും മുൻപന്തിയിൽ അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്താനുള്ള തഖ്വ ആ അറിവിലൂടെ ഉണ്ടാകും, സൂക്ഷ്മത ആ അറിവിലൂടെ ഉണ്ടാകും, ഭയഭക്തി അതിലൂടെ അയാൾക്ക് ലഭിക്കും. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ എന്ന് പറഞ്ഞത്. നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുക നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അറിവുള്ള ആളുകളാണ്. പലപ്പോഴും നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, കണ്ടാൽ സാധാരണ എന്തെങ്കിലും ഒരു തൊഴിലോ കാര്യമോ ചെയ്യുന്ന ഒരാളായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ഇൽമെടുക്കാൻ തോന്നിപ്പോ അത്ര ഗ്രാഹ്യത. പണ്ട് ഏതൊക്കെയോ പണ്ഡിതന്മാരുടെ കൂടെ ഇരുന്ന് കിതാബ് വായിച്ചതിന്റെ പേരിലോ, പണ്ട് അറബി കോളേജിൽ പഠിച്ചതിന്റെ പേരിലോ, ഇപ്പോഴും നിരന്തരമായ വായന എന്ന ഹോബിയുള്ള കാരണത്താലോ കിടിലൻ ചരിത്രങ്ങളും കഥകളും അതേപോലെ ചില പോയിന്റുകളും പറയുമ്പോൾ അത്ഭുതപ്പെടണം. അങ്ങനെ ആവണം പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും. അല്ലാണ്ട് എല്ലാ കാര്യത്തിലും നമ്മളെ പള്ളിയിൽ ഉസ്താദുണ്ടല്ലോ, എല്ലാ കാര്യത്തിലും അത് നമുക്ക് ഖത്തീബിനോട് ചോദിക്കാം. ബാപ്പ മരിച്ചാലാണ് എത്ര കഷ്ണം തുണിയാണ്, ഉമ്മ മരിച്ചാലാ ഓർമ്മ 3 ഏനോ 2 ഏനോ, അല്ലെങ്കിൽ ഈ 3ന്റെ കൂടെ വേറെന്തോ ഉണ്ടോ, ആകെ കൺഫ്യൂഷനാണ്. ഈ അറിവ് പോലും നമുക്ക് സാഹചര്യപരമായി നമ്മൾ നേടിയെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വൈജ്ഞാനികമായി നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിന്റെ വലിയ ഒരു ജാലകം തന്നെ നമുക്ക് തുറന്നു തരുമെന്നാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം പറയുകയാണ്, തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിജ്ഞാന സമ്പാദനം ഓരോ മുസ്ലിമിന്റെയും നിർബന്ധ ബാധ്യതയാണ്. വിജ്ഞാനം നുകരുക എന്നത്. പ്രിയപ്പെട്ടവരെ, മദ്രസ സംവിധാനം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടോ, ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? നമ്മുടെ കുട്ടികളുടെ മദ്രസ കിതാബെടുത്ത് വായിക്കേണ്ടവരാ രക്ഷിതാക്കളായ നമ്മളെല്ലാവരും. പ്രിയപ്പെട്ട സ്ത്രീകളെ, പുരുഷന്മാരെ, നമ്മളുടെ മക്കളുടെ 3ാം ക്ലാസ്സിലെ 4ാം ക്ലാസ്സിലെ 5ാം ക്ലാസ്സിലെ കർമ്മവും ചരിത്രവും സ്വഭാവവും അറബിയും ഒക്കെ വായിക്കേണ്ടല്ലോ നമ്മൾ. കാരണം അതിൽ നിന്ന് എടുക്കാണ്ടില്ല. നമുക്ക് പ്രാഥമികമായ പല അറിവുകളും ലഭിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ മദ്രസ കിതാബ് തന്നെ അവർക്ക് എന്തായിരിക്കും, ആവശ്യമായിരിക്കും. ഇനിയോ ഖുർആൻ ക്ലാസ്സുകൾ, ഇവിടെയും ഖുർആൻ ക്ലാസ് ഉണ്ട്. പക്ഷേ ഇങ്ങനെ ക്ഷയിച്ചു പോവാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? അള്ളാഹു ചോദിക്കൂലേ നമ്മളെല്ലാരോടും? അള്ളാഹു ചോദിക്കൂലേ? ഈ പഠിക്കുന്നവർക്ക് ഇങ്ങനെ കൃത്യമായി തിരക്കുള്ള കുറച്ച് ആളുകൾ അവിടെ വന്ന് ഇരുന്ന് പഠിക്കുന്നു, ബാക്കിയുള്ള ആളുകൾ മറ്റുള്ള തിരക്കിലും. എന്നിട്ട് പരലോകത്ത് ഇവര് 2 കൂട്ടരും ഒന്നിച്ച് സ്വർഗത്തിൽ. അങ്ങനെ ഉണ്ടാവോ? അവർക്കുള്ള ദർജ വേറെയാണ്, അവർക്കുള്ള ഇൽമും ഈമാനും തഖ്വയും വേറെയാണ്. പ്രിയപ്പെട്ട എന്റെ ഖുതുബ കേൾക്കുന്നവരോട് ആത്മാർത്ഥമായിട്ട് പറയാണ്, പരിശുദ്ധ ഖുർആൻ വായിക്കാനും ഇരിക്കാനും അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തൽ നിർബന്ധമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ഈമാൻ നുരുമ്പിപ്പോവും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇവിടുണ്ട്, ആ സംവിധാനമുണ്ട്. ആ സംവിധാനം പരിപോഷിപ്പിക്കണം. അതിന്റെ സമയമോ ദിവസമോ ഒക്കെ മാറ്റിയിട്ട് പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി ഇരിക്കണം. ഒരു അരമണിക്കൂർ നിങ്ങൾ തിരക്കുള്ളവരാണെങ്കിൽ ഒരമണിക്കൂർ ഒരു ആയത്തോതി അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഐഡിയ കിട്ടിയാൽ, അതുമായി ബന്ധപ്പെട്ട് അല്പം അറിവ് കിട്ടിയാൽ, പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന ഒരു വിജ്ഞാന ശേഖരണ കർമ്മമായിരിക്കും. അള്ളാഹു അതിനെ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വനിതാ ക്ലാസുകൾ ആവശ്യപ്പെട്ടുണ്ടാക്കണം. വനിതാ ക്ലാസുകൾ ഇവിടെ നടക്കാറുണ്ട്. പക്ഷെ അതൊക്കെ ഇവിടെ ഉണ്ട് എന്ന് പറയാനാവരുത്. മാത്രവുമല്ല, ഇതൊക്കെ സംഘടിപ്പിക്കുന്ന ഒരു സംഘമുണ്ട് ഇവിടെ. അള്ളാഹു അവർക്ക് ഉന്നതമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അതിനുവേണ്ടിയിട്ട് ഈ ബിൽഡിങ്ങും ഈ വെളിച്ചവും ഈ സംവിധാനവും എല്ലാം അതിനുള്ളതാണ്. എല്ലാവർക്കും ഒരുപോലെ വന്ന് ആ ഇൽമു നേടാവുന്നതാണ്. അതിനുള്ള സംവിധാനം ഇവിടെയുണ്ട്. ആ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ആ സംവിധാനത്തെ ഇവിടെ സംവിധാനിച്ച ആളുകൾ നാളെ കടന്നു പോകും നിങ്ങളുടെ മുന്നിലൂടെ സ്വർഗത്തിലേക്ക്. അള്ളാഹു അവർക്ക് സ്വർഗം നൽകുമാറാവട്ടെ. എന്നാൽ അതിന് ഉപയോഗപ്പെടുത്താത്ത ആളുകൾ നാളെ വിരൽ കടിക്കേണ്ടി വരും. ഇന്നെന്ന സംവിധാനം അവിടെ ഇല്ലായിരുന്നോ? ഇന്നതൊക്കെ അവിടെ ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾ പോകാഞ്ഞിട്ടല്ലേ എന്ന ചോദ്യം വരുമ്പോൾ നമ്മൾ വിരൽ കടിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് വിജ്ഞാനത്തിന്റെ ഏതൊരു ജാലകവും പ്രിയപ്പെട്ടവരെ ഉപയോഗപ്പെടുത്തുക എന്നത് നമുക്ക് ബാധ്യതയാണ്. ഇനിയോ ഇമാം മാലിക് റഹിമഹുള്ളയോട് ചോദിക്കപ്പെട്ടു, മാ അഫ്ളു മാ യസ്നഉൽ അബ്ദ്, എന്താണ് ഒരു അടിമ ചെയ്യുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഇമാം മാലിക് റഹിമഹുള്ള അദ്ദേഹം പറയുകയാണ്, തലബുൽ ഇൽമ് നേടുക എന്നത്.
നമ്മൾ വിചാരിക്കും ഇൽമ നേടുക എന്ന് പറഞ്ഞാൽ SSLC കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ള കുട്ടികൾ ഏതെങ്കിലും അറബിക് കോളേജിൽ പോയി പഠിക്കുന്നതിനല്ല ഇൽമ നേടുക എന്ന് പറയാം. ഒരു മനുഷ്യൻ അവന്റെ സഖറാത്ത് വരെ പ്രിയപ്പെട്ടവരെ ഇൽമ നേടാനുണ്ട്. ഒരിക്കലും അത് പൂർണ്ണമാകുന്നില്ല. അവന് ഒരുപാട് അറിവുകൾ അവന് നേടാനുള്ളതാണ്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ നമ്മൾ കുറെ കണ്ടതല്ലേ, കുറെ സമ്മേളനം നമ്മൾ നടത്തിയല്ലേ, കുറെ പ്രഭാഷണം നമ്മൾ കേട്ടതല്ലേ എന്നൊക്കെ. പറ്റൂല. ചില 1-2 ചോദ്യം ഇവിടുന്ന് ചോദിച്ചാൽ നമ്മൾ ധരിക്കും. ചിലപ്പോൾ പരസ്പരം ആളുകൾ പരസ്പരം ചില വിഷയങ്ങളിൽ നമുക്ക് കൃത്യമായ അവഗാഹത ഇല്ല എന്ന് ഓരോ ദിവസവും നമുക്ക് തന്നെ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് പഠിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. ഇനിയോ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ദല്ല അലാ ഖൈരി ഫലഹു മിസ്ലു അജ്രി ഫാഇലി. ഒരാൾക്ക് ഒരു നന്മ കാണിച്ചു കൊടുത്താൽ അത് പ്രവർത്തിച്ചവന് ലഭിക്കുന്ന അതേ പ്രതിഫലം ആ പറഞ്ഞു കൊടുത്ത ആൾക്ക് ലഭിക്കുന്ന. മാഷാ അല്ലാഹ്, എന്തൊരു വലിയ ഓഫറാ അത് പ്രിയപ്പെട്ടവരെ. ഒരാൾക്ക് വുദു ചെയ്യുന്നുണ്ട്, അയാൾ തെറ്റിപ്പോയിട്ടുണ്ട്, കൃത്യമായിട്ടില്ല. അയാളെ വിളിച്ചിട്ട് പേരൊക്കെ ചോദിച്ച് പരിചയപ്പെട്ട് നിങ്ങൾ വുദു ചെയ്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു, ചെറിയ ചില പോരായ്മകളുണ്ട്. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വുദുവിൽ ഇങ്ങനെയൊക്കെയാണ് എന്ന് അയാൾക്ക് തിരുത്തി കൊടുത്തു. അയാൾ മാഷാ അല്ലാഹ് ജസാക്കല്ലാഹ് പറഞ്ഞു. അയാൾ നാളെ മുതൽ വുദു റെഡിയാക്കുകയാണ്, അല്ലെങ്കിൽ അടുത്ത വക്ത് മുതൽ. പ്രിയപ്പെട്ടവരെ, നമ്മക്ക് പ്രതിഫലം വരികയാണ്. അയാൾ ഇനി എത്ര കാലം ഇത് എടുത്തോ, ഇനി അയാളെ മക്കൾക്ക് പറഞ്ഞു. നിങ്ങൾക്കറിയോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബിയാണ്. അദ്ദേഹത്തിന്റെ ആയിരക്കണക്കിന് ഹദീസുകൾ പഠിച്ചിട്ടാ നമ്മളൊക്കെ സുന്നത്തുകൾ ജീവനോടെ നിലനിർത്തുന്നത്. എന്നാൽ അബൂ ഹുറൈറയുടെ സുന്നത്തുകൾ ഈ ബാംഗ്ലൂരിന്റെ മണ്ണിൽ നമ്മൾ നടപ്പിൽ വരുത്തുമ്പോ നമ്മുടെ അക്കൗണ്ടിലേക്ക് പ്രതിഫലം കയറുകയാണ്. അതോടൊപ്പം അബൂ ഹുറൈറക്ക് അതേ പ്രതിഫലം കയറുകയാണ്. അതിനേക്കാളും പ്രതിഫലം കയറാൻ ആർക്കെന്നറിയോ? അബൂ ഹുറൈറക്ക് ഇസ്ലാം കൊടുത്ത ഒരു മനുഷ്യനുണ്ട്. ആ അബൂ ഹുറൈറയെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന തുഫൈൽ റളിയല്ലാഹു അൻഹു എന്ന സഹാബിക്ക് അതിനേക്കാളും പ്രതിഫലം കിട്ടും. കാരണം തുഫൈൽ ഇസ്ലാം സ്വീകരിച്ച് റസൂലുള്ളാഹിക്ക് ബൈഅത്ത് കൊടുത്തിട്ട് പോവാണ് നേരെ അയൽവാസിയായ അബൂ ഹുറൈറയുടെ വീട്ടിലേക്ക്. എന്നിട്ട് ദീന് പറഞ്ഞു കൊടുത്തു. ഞാനിങ്ങനെ ഒരു ആദർശം കിട്ടും. മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹത്തിൽ നിന്ന് കേട്ടതാണ്. ആകാശഭൂമികളെ പറ്റി പറഞ്ഞു, അതിനെ നിയന്ത്രിക്കുന്ന പടച്ച തമ്പുരാനെ പറ്റി പറഞ്ഞു. ആയത്തുൽ കുർസിയിൽ പറഞ്ഞിരിക്കുന്ന 10 ഗംഭീരമായ പോയിന്റുകൾ അവർ പ്രബോധന ശൈലിയാക്കി മാറ്റി പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ അബൂ ഹുറൈറ ഇസ്ലാം സ്വീകരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇന്ന് നമ്മൾ ഇവിടുന്ന് ഒരു സുന്നത്ത് നടപ്പിലാക്കുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്ത് ഇവിടെ രേഖയാക്കി വെച്ച അബൂ ഹുറൈറക്ക് പ്രതിഫലം, അബൂ ഹുറൈറയെ ഈ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച തുഫൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിന് ഉന്നതമായ പ്രതിഫലം, അത് തുഫൈലിനെ കേൾപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനേക്കാൾ. എന്ത് രസമുള്ള പരിപാടിയാ പ്രിയപ്പെട്ടവരെ. ഇന്ന് നമ്മളൊക്കെ നമ്മളെ മക്കൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല മദ്രസയിലൊക്കെ. ഇതൊക്കെ എവിടുന്ന് വന്നതാ? ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് കേട്ട് ഇങ്ങനെ വരികയാണ്. ഇത് നമ്മൾ നിർത്തിയാൽ ലസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും എന്നാ ഖുർആൻ പറഞ്ഞു. വേറൊരു ടീമിനെ കൊണ്ടുവരും പടച്ചോൻ ഈ പണിയൊക്കെ എടുക്കാൻ. ഇസ്ലാം ദീൻ ഇവിടെ ഉണ്ടാവും, ഖിയാമത്ത് നാൾ വരെ അത് ഉണ്ടാകും. അതിൽ വിശ്വസിക്കുന്ന ഒരു പറ്റം ജനമുണ്ടാകും. അവസാന നാളിലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവർ ഉണ്ടാകും, ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അതിൽ നമ്മൾ ഉണ്ടാകുമോ എന്നതാണ് ക്വസ്റ്റ്യൻ. അതിന് നമ്മൾ എന്ത് വേണം? അതിന്റെ വാഹകരാകണം, അതിന്റെ താല്പര്യക്കാരാകണം. ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറഞ്ഞു, മരണശേഷവും തന്റെ അമലുകൾ നിലക്കരുതെന്ന് ആഗ്രഹിക്കുന്നവൻ, മരണശേഷവും എനിക്ക് എന്ത് കിട്ടണം, അമല് ചെയ്തിട്ട് പ്രതിഫലം എന്റെ അക്കൗണ്ടിലേക്ക് വരണം എന്ന് ആർക്കെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അവർ വേഗത്തിൽ അറിവ് പ്രചരിപ്പിച്ചോളിയുന്ന, വേഗം ഒരു അറിവ് പ്രചരിപ്പിച്ചു കൊടുക്കുക. നമ്മളെ മക്കൾ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മളെ മക്കളും കുടുംബവും ഒക്കെ സ്ഥിരമായി ചെയ്യുന്ന നന്മകളുടെ പഠിപ്പിച്ച ആള് നമ്മളാകാൻ നോക്കുക. എങ്കിൽ നമ്മൾ മരിച്ചാലും നമ്മുടെ അക്കൗണ്ടിലേക്ക് അമലുകൾ വരും. ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നന്മ പഠിപ്പിക്കുന്നവർക്ക് വേണ്ടി എല്ലാ വസ്തുക്കളും പാപമോചനം തേടുന്ന മുഅല്ലമുൽ ഖൈരി യസ്തഗ്ഫിറു ലഹു കുല്ല ഷൈ ഹത്തൽ ഹയ്താനു ഫിൽ ബിഹാർ. അതായത് കടലിലെ മത്സ്യങ്ങൾ വരെ ദീന് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുടെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അള്ളാന്റെ സൃഷ്ടിയാണ്. ഒന്നാണോ ഇത്? ഒന്നല്ല പ്രിയപ്പെട്ടവരെ. കടലിലെ മത്സ്യങ്ങൾ ഈ ദീന് പഠിപ്പിച്ചു കൊടുത്തവന്റെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഉമാമയിൽ നിന്ന് നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ 2 ആളുകളെ കുറിച്ച് പറയപ്പെട്ടു. ഒരാൾ ഭക്തനും മറ്റേയാൾ പണ്ഡിതനുമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭക്തനേക്കാൾ പണ്ഡിതന്റെ മഹത്വം നിങ്ങളിൽ താഴ്ന്നവരെക്കാൾ എനിക്കുള്ള മഹാത്മ്യം പോലെയാണ്. ഭക്തനേക്കാൾ പണ്ഡിതന്റെ മഹത്വം, അതായത് ഒരാൾ ഭക്തിയുള്ള ആളാണ്, നല്ല സൂക്ഷ്മതയുള്ള തെക്കുവള്ള മനുഷ്യൻ. ഒരാളോ പണ്ഡിതനാണ്, അത് പഠിച്ചിട്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളാണ്.
ഒരാൾ ഭക്തിയിൽ പഠിച്ചത് ഭക്തിയിൽ ഇങ്ങനെ ജീവിതത്തിൽ കൊണ്ടെടുക്കുന്ന ആളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭക്തനേക്കാൾ പണ്ഡിതന്റെ മഹത്വം നിങ്ങളിൽ താഴ്ന്നവനേക്കാൾ എനിക്കുള്ള മഹാത്മ്യം പോലെയാണ്. ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയം അല്ലാഹുവും അവന്റെ മലക്കുകളും ആകാശഭൂമിയിലുള്ളവരും മാളത്തിലെ ഉറുമ്പും മത്സ്യവും ജനങ്ങൾക്ക് നന്മ കൊടുത്തുകൊണ്ടിരിക്കുന്ന പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഉറുമ്പുകൾ വരെ ഈ നന്മ പറഞ്ഞു കൊടുക്കുന്ന അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടിമകളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനം നമ്മൾ ഇന്ന് നെഞ്ചേറ്റണം. ആർക്കെങ്കിലും ഒരു നന്മ പഠിപ്പിച്ചു കൊടുത്താൽ ഈ ആകാശഭൂമിയിൽ എത്ര സൃഷ്ടിജാലങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ, എത്രയോ ശതമാനം അധികമാണ് കടൽ കരയേക്കാൾ. അതിൽ എത്രയോ അധികമാണ് ജീവസുറ്റ ജീവജാലങ്ങൾ, അതിൽ മത്സ്യങ്ങൾ. ആ മത്സ്യങ്ങൾ വരെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഒരിക്കലും ജീവിതത്തിൽ കള്ളം പറയാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഹദീസും നമ്മൾ ഇന്ന് കേട്ടു. ഇനി നന്മ പറഞ്ഞു കൊടുക്കൽ നിർബന്ധ എല്ലാവർക്കും. ആളുകൾ പറയും ഇൽമു ഫുള്ളാക്കണം, ആലിമാണ് എന്നിട്ടേ പറ്റുള്ളൂ. പറ്റൂല. അങ്ങനെയാണെങ്കിൽ സഹാബികൾക്ക് എന്തിനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയതിനു ശേഷം പ്രിയപ്പെട്ട റസൂലിനോട് അർസിൽനി ദാഇയൻ ഇലാ ഖൗമി എന്ന് ചോദിച്ച എത്ര സഹാബാക്കൾ മറ്റു സമുദായങ്ങളിലേക്ക് അവരുടെ കുടുംബങ്ങളിലേക്കും പോയിട്ടുണ്ട്. ഖുർആൻ അന്ന് പൂർണ്ണമായിട്ട് ഇറങ്ങിയിട്ടേയില്ല. ഹദീസുകൾ വഹീന്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായിട്ട് ഇറങ്ങിയിട്ടേയില്ല. ആ കാലത്ത് അവർ പോയത് ദീന് പറഞ്ഞു കൊടുക്കാൻ. അതുകൊണ്ട് ഇത് പൂർത്തിയാക്കിയിട്ട് തുടങ്ങാന്ന് വിചാരിച്ചാൽ പൂർത്തിയാക്കുന്നതിനിടയിലായിരിക്കും സഹോദര മലക്കുൽ മൗത്ത് നിന്റെ അടുക്കൽ വരിക. അതുകൊണ്ട് ആരും അതിന് കാത്തു നിൽക്കണ്ട, ആരും അതിന് നിൽക്കണ്ട. നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യത്തെപ്പറ്റി നിങ്ങൾക്ക് അവബോധമുണ്ടെങ്കിൽ, ബോധ്യമുണ്ടെങ്കിൽ, തെളിവെവിടെ എന്ന് ചോദിച്ചാൽ എടുത്തു കാണിച്ചു കൊടുക്കാനുള്ള ത്രാണിയുണ്ടെങ്കിൽ തൊട്ടടുത്ത മനുഷ്യനോട് നമുക്ക് കിട്ടിയിരിക്കുന്ന ആദർശം ഉടനെ പറയാന്നുള്ളതാണ്. അതല്ലാതെ ഉപര അലിമല്ല, ഉപര് പ്രസംഗിക്കുന്നു നോക്കണം, ഉപര് മറ്റേ +2 പഠിച്ചതാണ്, മറ്റേത് പഠിച്ചതാണ്, അങ്ങനെ കൊണ്ടുവരും. എവിടെ ഉണ്ടാവുക ദുനിയാവില്? ആരാ ഉണ്ടാവുക ആലിമായിട്ട്? ആരും ഉണ്ടാവില്ല. എന്നോട് ക്ഷമിക്കണം നിങ്ങളെല്ലാവരും. അതുകൊണ്ട് എന്താണോ കിട്ടി, ഇന്നത്തെ ഖുതുബയിൽ നമുക്കൊരു പോയിന്റ് കിട്ടി, നമ്മൾ എന്താ ചെയ്യേണ്ടി? ഭക്ഷണം കൊണ്ടുപോയി വെക്കുന്നതിന് ഭാര്യനോട് പറയണം, എടോ ഇന്നത്തെ ഒരു ഖുതുബയില് ഒരു കാര്യം പറഞ്ഞിരുന്നിട്ടോ, നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. നമ്മളെ മക്കൾക്ക് വുളു നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം, നമ്മളെ മക്കൾക്ക് നമസ്കാരം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം, നമ്മളെ മക്കൾക്ക് മയ്യത്ത് കുളിപ്പിക്കുന്നത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. കാരണം എന്താ? അക്കൂല്ലെങ്കിൽ നമുക്ക് കിട്ടൂലേ, ശരിയല്ലേ എന്ന് ചോദിച്ച് തീരുമാനമെടുക്കാൻ ആ കുടുംബത്തിന് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരും സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ പ്രവേശിച്ച് നടന്നെടുക്കുമ്പോൾ അവർക്ക് പിന്നാലെ ഏറ്റവും സുഖകരമായ നടത്തത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي علم بالقلم علم الانسان ما لم يعلم ايها الناس اتقوا الله عباد الله اوصيكم واياي ثانيا بتقوى الله. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനും അവന്റെ ദീന് പഠിക്കുവാനും പ്രചരിപ്പിക്കുവാനും ശ്രദ്ധിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി എന്നത് പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽ ഏറ്റവും നമ്പർ 1 ആയ, അതായത് ഏറ്റവും മുന്തിയ ആയത്ത് എന്ന് പറയും, ഏറ്റവും പ്രാധാന്യമുള്ള ആയത്തായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആയത്തുൽ കുർസിയെ പറ്റിയാണ്. അതുകൊണ്ട് തന്നെ അതിൽ അള്ളാഹുവിന്റെ അത്യുത്കൃഷ്ടമായ പല നാമങ്ങളും വിശേഷണങ്ങളും കൃത്യമായി അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആനിലെ ഈ ആയത്തുൽ കുർസി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അത് പ്രിയപ്പെട്ടവരെ നമ്മൾ എല്ലാ സമയത്തും അത് പാരായണം ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ഉബയ്യ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അബൂ മുന്തിറെ, മുന്തിർ എന്നാണ് ഉബയ്യിന്റെ മകന്റെ പേര്, അബൂ മുന്തിറെ, അള്ളാഹുവിന്റെ ഖുർആനിൽ നീ പഠിച്ചിട്ടുള്ളതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ആയത്ത് ഏതെന്ന് നിനക്കറിയുമോ എന്ന് ചോദിച്ചു അദ്ദേഹത്തോട്. ഉബയ്യ് പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ആയത്തുൽ കുർസിയാണത്. അന്നേരം അവിടുന്ന് എന്റെ നെഞ്ചത്ത് ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറയും, അബുൽ മുന്തിറെ, വിജ്ഞാനം നിന്നെ പുളകമണിയിക്കട്ടെ. അതായത് ശരിയാണത് എന്ന നിലക്ക്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഫർള് ജമാഅത്ത് നമസ്കാരം കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നമ്മൾ ഈ ആയത്തുൽ കുർസി ഓതണം. ആയത്തുൽ കുർസി ഓതിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഓരോ ഫർള് നമസ്കാര ശേഷവും ആയത്തുൽ കുർസി ഓതുന്നുവെങ്കിൽ അവനും സ്വർഗത്തിനുമിടയിൽ തടസ്സമായി അവൻ മരണപ്പെടുക എന്നതല്ലാത്ത മറ്റൊന്നില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഉറങ്ങുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും ആയത്തുൽ കുർസി ഓതുക. നമസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഓതുക. ബിസ്മില്ലാ ആയത്തുൽ കുർസി ഓതുക. നിങ്ങൾക്ക് എപ്പോഴൊക്കെ
കഴിയുന്നുവോ ആ സമയത്തൊക്കെ ആയത്തുൽ കുർസി, കാരണം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം 10 ഗംഭീരമായ പ്രഖ്യാപനാണ് ആ ആയത്തുൽ കുർസിയിലുള്ളത്. ഒരാൾക്കും വക വെച്ചു കൊടുക്കാൻ പറ്റില്ല. ആ ഭാഗം എനിക്കും പറ്റിയതാണ്. ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് നമ്രൂദിന്റെ കൊട്ടാരത്തിൽ വെച്ച് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹനെ പറ്റി പറഞ്ഞപ്പോൾ നമ്രൂദ് പറഞ്ഞിരുന്നു, എനിക്ക് കഴിയും കൊല്ലാൻ, എനിക്ക് കഴിയും ജീവിതം നിലനിർത്താൻ. അങ്ങനെ ഒരാളെ കൊണ്ടൊന്ന് കൊന്നു, നമ്മൾ കേട്ടില്ലേ കഥ. ആ സമയത്ത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചിട്ടുണ്ട്, എന്റെ റബ്ബ് കിഴക്ക് നിന്നാ സൂര്യൻ ഉദിപ്പിക്കുന്നത്, പടിഞ്ഞാറ് അത് അസ്തമിപ്പിക്കാറുണ്ട്. ഇനി റബ്ബാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നാളെ സൂര്യൻ പടിഞ്ഞാറെന്ന് വരട്ടെ, എന്നിട്ട് നമുക്ക് കിഴക്ക് അസ്തമിപ്പിക്കാം എന്ന് പറഞ്ഞപ്പോഴാണ് നമ്രൂദിന് മിണ്ടാട്ടം മുട്ടിപ്പോയത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള അള്ളാഹുവിന്റെ എല്ലാവിധ ഗംഭീരമായ സിഫത്തുകളുമുള്ള ഈ ആയത്തുൽ കുർസി ഒരു മുസൽമാന്റെ വായിൽ നിന്ന് പലതവണ ഉരുവിടുക എന്നത് നമുക്ക് കൃത്യമായി പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അത് നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മറ്റൊന്ന് സയ്യിദുൽ ഇസ്തിഗ്ഫാറാണ്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി. ഇൻഷാ അല്ലാഹ് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും നമ്മുടെ ബോർഡുകളിലും ഒക്കെ ഈ സംഗതി, ഈ പ്രാർത്ഥന നിർബന്ധമായിട്ട് എഴുതി വെക്കുക, എഴുതി വെക്കണം. ഇൻഷാ അല്ലാഹ് എഴുതി വെക്കും. നമുക്കതെല്ലാവർക്കും പഠിക്കണം. സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിൽ ഏറ്റവും സയ്യിദായ ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കുക. അഹ്മദ് ബിൻ ഹംബലിന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, അദ്ദേഹം, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, എന്നോട് ക്ഷമിക്കണം, അദ്ദേഹം ഒരു പള്ളിയിൽ ഉറങ്ങാൻ കിടന്നു. ആ പള്ളിയിൽ ഉറങ്ങരുതെന്ന് കമ്മിറ്റിക്കാർ പറഞ്ഞു. അപ്പൊ പള്ളിയുടെ പുറത്ത് കോമ്പൗണ്ടിന്റെ അടുത്ത് പോയിരുന്നു. ഞാനിങ്ങനെ അഹ്മദ് ബിൻ ഹംബൽ ആരാണ്? ആയിരക്കണക്കിന് ഹദീസുകൾ ക്രോഡീകരിച്ച് ഗംഭീരമായ ഗ്രന്ഥങ്ങൾ നമുക്ക് സമ്മാനിച്ച പ്രഗത്ഭനായ പണ്ഡിതനാണ് അഹ്മദ് ബിൻ ഹംബൽ ഇമാം. അദ്ദേഹം പള്ളിയുടെ പുറത്ത് പോയിരുന്നു. പള്ളി പൊട്ടി വന്ന ആളുകൾ പറഞ്ഞു, ഇങ്ങനെ പുറത്തുള്ള ആളുകൾക്ക്, യാത്രക്കാർക്ക് നമ്മളിങ്ങനെ ഇവിടെ കൊടുക്കാറില്ല, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം, ഞാൻ അഹ്മദ് ബിൻ ഹംബൽ എന്ന് പറഞ്ഞാൽ ഒരു മിഹ്റാബ് കൊടുക്കും കിടക്കാൻ, അത്രയും പ്രഗത്ഭനാണ്. പക്ഷെ അദ്ദേഹം നമ്മളെ പോലെ ആയിരുന്നില്ല, വളരെ വിനയാന്വിതനായിരുന്നു. ഞാൻ ഇന്ന ആളാന്ന് പറഞ്ഞിട്ട് നേടാൻ അദ്ദേഹം നിന്നില്ല. അദ്ദേഹം അവിടുന്ന് പോവാണ്. അങ്ങനെ ഒരു വീടും കച്ചവടവും ഒന്നിച്ചുള്ള ഒരു ചെറിയ കുടിലിന്റെ അടുത്ത് പോവാണ്. പുറത്ത് സിറ്റ് ഔട്ടിൽ ഇങ്ങനെ പലഹാരങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു മനുഷ്യന്റെ വീടാത്. രാത്രിയിൽ അതിങ്ങനെ അദ്ദേഹം പ്രാർത്ഥന, ഓരോ പ്രാർത്ഥനയും ദിക്റും ഇങ്ങനെ ചൊല്ലുന്നു. ഇങ്ങനെ അപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക, ബേക്കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി കുറച്ചു നേരം നിന്നു. എന്നിട്ട് ഞാനൊന്നും ഇവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം തിരക്കിലാണ്. അദ്ദേഹം ഇങ്ങനെ പലതും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, പിന്നെ ഇതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സയ്യിദുൽ ഇസ്തിഗ്ഫാർ അങ്ങനെ വരികയാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക എന്ന് ഇങ്ങനെ ചെല്ലുന്നു. പല പ്രാർത്ഥനകളും. അഹ്മദ് ബിൻ ഹംബൽ ഇങ്ങനെ അത്ഭുതപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ നിരവധി പ്രാർത്ഥനകൾ പഠിച്ച് കിതാബാക്കി എഴുതാൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഭാഗ്യം. ആർക്ക്? അഹ്മദ് ബിൻ ഹംബലിന്. അദ്ദേഹം ഇത് കേട്ടിട്ട് ഇതിങ്ങനെ കൃത്യമായി ജീവിതത്തിൽ കച്ചവടത്തിന്റെ ഇടയിൽ ഇങ്ങനെ ചെല്ലുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ട് അത്ഭുതപ്പെടുകയാണ്. അങ്ങനെ അദ്ദേഹത്തെ ചോദിച്ചു, ഞാൻ അത്ഭുതപ്പെട്ടു, നിങ്ങൾ എത്ര ദുആകളാ ചെയ്തിട്ടുള്ളത് ഈ കച്ചവടത്തിനിടയിൽ, നിങ്ങൾ ഭാഗ്യവാനാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തോട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹം പറയണേ, ഞാൻ പ്രാർത്ഥന വിടൂല, കാരണം ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. ഞാൻ നല്ലൊരു കച്ചവടക്കാരനാണ്, ഞാൻ വളരെ സന്തോഷവാനാണ്, ഞാൻ വളരെ സംതൃപ്തിയിലാണ്. അല്ലാഹു എന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ട എല്ലാ പ്രാർത്ഥനയും ഞാനൊരു കിതാബിൽ നിന്ന് പഠിച്ചിട്ട് ഞാൻ പഠിച്ച് ചെല്ലുന്നതാ. ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാറൊക്കെ അതിൽ വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. എനിക്ക് ചോദിച്ചിട്ട് ഒരു സാധനവും അല്ലാഹ് തരാതിരുന്നിട്ടില്ല. പിന്നെ എന്റെ ഒരൊറ്റ ആശങ്കയുണ്ട്, ഞാൻ എപ്പോഴും വിചാരിക്കും, പടച്ചോനെ ഈ പ്രാർത്ഥനയൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന നമ്മുടെ സമുദായത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ നിന്ന് ഈ പ്രാർത്ഥനയൊക്കെ കൃത്യമായി രേഖയാക്കിയിട്ട് നമുക്കൊക്കെ പഠിക്കാൻ പാകത്തിലാക്കി തന്ന നിരവധി പണ്ഡിതന്മാരില്ലേ. അതിലുണ്ട് ഒരു അഹ്മദ് ബിൻ ഹംബൽ. അദ്ദേഹം പറയാ, അതിലൊരാളുണ്ട്, ഒരു പ്രധാനപ്പെട്ട ഒരു മനുഷ്യൻ അഹ്മദ് ബിൻ ഹംബൽ. ഞാൻ വിചാരിക്കും അദ്ദേഹത്തെ ഒന്ന് കാണണേ, എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹം. എന്റെ ഒരേ ഒരു പ്രാർത്ഥനയതാ, പടച്ചോനെ മരിക്കുന്നതിന്റെ മുമ്പ് അദ്ദേഹത്തെ ഒന്ന് കാണണേ. അള്ളാഹുവിനോട് ചോദിച്ചിട്ടെല്ലാം തന്നിട്ടുണ്ട്, പക്ഷേ അദ്ദേഹത്തെ കാണാൻ ഞാൻ കുറേ ആയി ചോദിക്കുന്നു. ആ ഒരു പ്രാർത്ഥനക്ക് എനിക്ക് ഉത്തരം കിട്ടാത്തത് ആരോടെ പറയുന്നത്? സുബ്ഹാനല്ലാഹ്. അഹ്മദ് ബിൻ ഹംബൽ എഴുന്നേറ്റ് നിന്ന് കെട്ടിപ്പിടിച്ചതാ. നമ്മൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ, ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാറും പ്രാർത്ഥനകളും ദുആകളും ഏതെങ്കിലും ഒരു സംഘടനയോ മതമോ ആളുകൾക്ക് വെറുതെ പറഞ്ഞു പ്രചരിപ്പിക്കാനുള്ള മന്ത്രവാദ വാക്യങ്ങളായിട്ട് എഴുതി രേഖപ്പെടുത്തി ഉണ്ടാക്കിയതല്ല. അർശിന്റെ മുകളിലുള്ള റഹ്മാനായ റബ്ബ്, പ്രപഞ്ചത്തിന്റെ നാഥനായ മലിക്കുൽ ജബ്ബാറായ റബ്ബ് ഈ ഭൂമിയിൽ മുഴുവൻ
മുഴുവൻ സംവിധാനങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. ഉറക്കിന്റെ തൊട്ട് മുമ്പ് വരുന്ന ക്ഷീണം, അതാണ് സിന. അതേപോലെ ഉറക്കിന് ആ ക്ഷീണം വന്നതിന് ശേഷം വരുന്ന അഗാധ തലങ്ങളിലേക്ക് പോകുന്ന ഉറക്ക്, ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. ഇത് രണ്ടും ഒരു തുള്ളി പോലും പിടിപെടാത്ത ഒരു റബ്ബ്. ആ റബ്ബിനെ ആയത്തുൽ കുർസി പരിചയപ്പെടുത്തുന്നത്. ബാക്കിയെല്ലാം നിങ്ങൾ നോക്ക്, ഒരു വലിയ യന്ത്ര സാമഗ്രിയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഒന്ന് മയങ്ങിപ്പോയാൽ, നമ്മൾ കണ്ടിട്ടില്ലേ മാസങ്ങൾക്ക് മുമ്പ് ഒരു ഡ്രൈവർ ഉറങ്ങിപ്പോയപ്പോ എത്ര മനുഷ്യന്മാരാ മരിച്ചുപോയത്. ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഡ്രൈവർ ഒന്ന് മയങ്ങിയപ്പോ 4 വിദ്യാർത്ഥികൾ മരിച്ചില്ലേ. അങ്ങനെ എത്ര ആളുകൾ ഈ ലോകം മുഴുവനും സംവിധാനിച്ച ഓരോന്നിനെയും, ഉറുമ്പിനെയും പറവകളെയും മത്സ്യങ്ങളെയും മനുഷ്യരെയും മനുഷ്യന്റെ ഉള്ളിന്റെ മനസ്സുകളെയും വായിച്ചു കൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന, നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ് ഒരു നേരം മയങ്ങിയാലുള്ള അവസ്ഥ എന്താ? അതുകൊണ്ട് അങ്ങനെ ലെവലേശം ഒരു സിനത്തോ നൗമോ പിടിപെടാത്ത ആ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ അള്ളാഹ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെല്ലാ പ്രശ്നവും തീരും. അതങ്ങനെ മനസ്സിലാക്കണം. വെറുതെ ഇങ്ങനെ തത്ത വർത്താനം പറയുന്ന പോലെ ആയത്തുൽ കുർസി ഓതുക, തത്ത വർത്താനം പറയുന്ന പോലെ ഇത് ദിക്ർ ചെല്ലുക, പ്രാർത്ഥിക്കുക, അതുപോലെ ആയത്തുൽ കുർസിയും സയ്യിദുൽ ഇസ്തിഗ്ഫാറൊക്കെ എറിഞ്ഞിടുക, ഒരു കാര്യം ഉണ്ടാവില്ല. ആ സമയം പോയി എന്നല്ലാതെ. അതുകൊണ്ട് അറിഞ്ഞു ചെല്ലുക, അള്ളാഹനെ മനസ്സിലാക്കിയിട്ട് ആവശ്യമുള്ള നിലക്ക് ചെല്ലുക. എപ്പോഴത് ആവശ്യം ഉണ്ടായാൽ വാപ്പയോ ഉമ്മയോ അവരെക്കാളും ചിലപ്പം ഭൗതിക ജീവിതത്തിൽ നമ്മൾ ഇഷ്ടപ്പെട്ടു പോയ പല സെക്കൻഡുകളിൽ നമ്മൾ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയ നമ്മളെ മക്കളോ നമ്മുടെ ഭാര്യയോ വെന്റിലേറ്ററിൽ കിടക്കുകയാണ്, വലിയൊരു സർജറിക്ക് വിധേയമാകുന്ന സമയത്ത് നമ്മളെ കൽബ് പൊട്ടിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാറില്ല. അതുപോലെ പ്രാർത്ഥിച്ചോളി എല്ലാ ദിവസവും, എല്ലാ കാര്യവും. എങ്കിൽ അള്ളാഹ് സ്വീകരിക്കും. അങ്ങനെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന, അവന്റെ ദീന് കൃത്യമായി മനസ്സിലാക്കുന്ന, അതനുസരിച്ച് ജീവിക്കുന്ന, അത് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞുകൊടുത്ത് നമ്മുടെ റബ്ബിനെ കണ്ടില്ലേ, നേർച്ചയും പൂരങ്ങളും അള്ളാഹു അല്ലാത്ത ആളുകളെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി മഖബറകളിലേക്ക് ആളുകളെ ആകർഷിപ്പിച്ചു കൊണ്ടിരിക്കുന്ന നേർച്ചകളിലും മുറൂസുകളിലും ഭൗതികമായി നടക്കുന്ന അപകടങ്ങളെ പോലും മനസ്സിലാക്കാതെ മുസ്ലിം നാമധാരികളായ മനുഷ്യന്മാർ പാവപ്പെട്ട ആളുകളെ, പാമരരായ ജനതയെ അവരുടെ കയ്യിലുള്ള പണം കയ്യിലാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഈ തോന്നിയാസങ്ങൾ നാട്ടിൽ പെരുകുമ്പോ നമ്മളെ റബ്ബിനെ പറ്റി പറയാൻ ആരുണ്ട് പ്രിയപ്പെട്ടവരെ? ആരുണ്ട്? ഏതെങ്കിലും ഒരു മഖബറയിൽ, ഏതെങ്കിലും ഒരു ഉറൂസിൽ, ഏതെങ്കിലും ഒരു നേർച്ചയിൽ, ജാറത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിഷയത്തെ ആസ്പദിച്ച് ഒരു പ്രഭാഷണം നടന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തുദ്ധരിച്ചൊരു പ്രഭാഷണം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കില്ല. കാരണം എന്താ? അതവിടെ പ്രഭാഷണം നടത്തപ്പെട്ടാൽ മഖബറയിൽ ഇരിക്കുന്ന ആളെ എഴുന്നേറ്റ് പോകും ചിലപ്പോ. എന്ന് പറഞ്ഞാൽ മഖബറ പൊളിക്കേണ്ടി വരും. അതുകൊണ്ട് അള്ളാഹുവിനെ പറ്റി പറഞ്ഞു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ മുസ്ലിങ്ങളാണെങ്കിൽ, നമ്മൾ മുഅ്മിനുകളാണെങ്കിൽ, നമ്മൾ മുജാഹിദുകളാണെങ്കിൽ, നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ അവലംബിക്കുന്നവരാണെങ്കിൽ സ്വകാര്യമായും പരസ്യമായും ഇരുന്നും നടന്നും യാത്ര ചെയ്തുകൊണ്ടും ജീവിക്കുന്ന നമ്മൾ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജർനാ മിനൻ നാർ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അദാബി ജഹന്നം വമിൻ അദാബിൽ ഖബ്ർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. തവഫനാ മുസ്ലിമൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ വഖിയാമനാ وسجودنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين. اللهم صل على محمد وعلى آله